ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് ഒരുപാട് ദിവസം ഈ ഒരു ഷോപ്പിംഗ് പ്ലാൻ ചെയ്തിട്ട് നമ്മളെ പാലക്കാട് ലുലു വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതായിരുന്നില്ല ഇതിൻ്റെ ഒരു കോട്ട്, വേറെ കോട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു കോട്ട് ഇട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. സോ പോയിട്ട് വരാം. മമ്മി ഞാൻ പിന്നെ നമുക്ക് നമ്മളുടെ വീട്ടിലേക്ക് അന്നൊന്നും വന്നിരുന്നില്ല. ചേച്ചി രശ്മി ചേച്ചിയും കൂടിയാണ് പോണത്. So let's go. അപ്പോൾ നമ്മൾ വണ്ടി കയറി നമ്മുടെ യാത്ര പുറപ്പെട്ടു ഗൈസ്. എന്തോ വണ്ടിയിൽ പാട്ടും വെച്ചിട്ടുണ്ട്, പിന്നെ അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ലൈറ്റിങ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ഗൈസ്. പിന്നെ രശ്മി ചേച്ചിയാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. ഈ ചേച്ചിയായിരുന്നു അന്ന് നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ ആളുടെപ്പാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, ഫൈനലി നമ്മൾ ലുലു എത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് എത്തി. ഓക്കെ, പെട്ടെന്ന് എത്തി. അന്ന് വന്നപ്പോഴും പെട്ടെന്ന് എത്തി, ഇന്ന് വന്നപ്പോഴും പെട്ടെന്ന് എത്തി. ഇപ്പോഴും അതെ ഗൈസ്, ഭയങ്കര തിരക്കാണ്. അന്ന് വന്നപ്പോഴും അതെ ഭയങ്കര തിരക്കായിരുന്നു. എന്ന് വെച്ചാൽ പാർക്കിംഗ് ഫുള്ളായിട്ട് അപ്പുറത്തെ ഗ്രൗണ്ടിലായിരുന്നു. ഫുൾ വണ്ടികളും ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, ഇനി ഉള്ളിൽ പോയി നോക്കിയിട്ട് നമുക്ക് തിരക്കുണ്ടോ ഇല്ലയോ നോക്കാം. ആൻഡ് ഇത് ഡോറ് തുറക്കാൻ പറ്റില്ലേ? ഓക്കെ. എന്താ എക്സ്പ്രഷൻ കാണിച്ച്? കോളറുള്ള ഡ്രസ് ഇട്ടിട്ട് വന്നിരിക്കുക. LKG കുട്ടികൾ ഇടണ പോലെ. ഓക്കെ, ബൈ ബൈ ഗൈസ്. ഇതിന്റെ ഉള്ളിൽ പോയിട്ട് കാണാം. ശരി, നമ്മുടെ ഈ സെക്യൂരിറ്റി അങ്കിളിനോട് പറ അമ്മി, ഒന്ന് മനുഷ്യ നനച്ചൂടെ മനുഷ്യ എന്നൊന്ന് പറയാം. ഇവിടെ ഇറങ്ങണോ? ഓക്കെ മമ്മി, ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. നല്ല വെയില്. മമ്മി വെയിലത്ത് ഇറങ്ങി തലകറങ്ങി ഇവിടെ തന്നെ വീണെന്ന് തോന്നുന്നത്. ഓ, ആള് കടയിൽ കിടക്കുന്നുണ്ടേ. മേഡം വരൂ. നിർത്തണോ? എല്ലാം ചെയ്തായിരുന്നു അല്ലേ? എന്താണ്? സോ ആദ്യം ഇവർ എവിടേക്കാ, ഹൈപ്പർക്കാണോ പോണേ, എന്താ എവിടേക്കാ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഹൈപ്പറിൽ കയറുന്നില്ല അമ്മി? ഹൈ വേണ്ട, അതെ അല്ലേ? ഓക്കെ ഗൈസ്, എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. എനിക്കെന്ന് പറഞ്ഞിട്ട് വരും, പക്ഷെ എനിക്കൊന്നും കിട്ടത്തില്ല. മമ്മി എന്നിട്ട് ഇപ്പം എത്ര മേടിച്ചു എന്നറിയാം? 1 2 2 ഇതൊന്നും ഞങ്ങൾ ഇടില്ല കേട്ടോ. ഇല്ല, ഞങ്ങൾ ലെഗിൻസ് ഇടാറില്ല. എന്നിട്ട് മമ്മിയാണ് ഗൈസ് എല്ലാം എടുക്കുന്നത്. ഞാൻ ആകെ ഒരു ക്രോപ്പ് ടോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി എനിക്ക് വേണ്ടത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം മുകളിൽ പോയി നോക്കാം. ആരാ ഷോപ്പിംഗ് വന്നത്? ഒരാൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഒരാൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ ഷോപ്പിംഗ് ഒന്നും നടന്നില്ല. അവരുടെ ഷോപ്പിംഗ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഗൈസ്. നോക്ക് ഗൈസ്, ഇതിലൊരെണ്ണം പോലും എൻ്റെ ഇല്ല. ഇവർ രണ്ടാളും ആണോ ഷോപ്പ് ചെയ്യാൻ വന്ന്? ഇവർ രണ്ടാളാണോ ഷോപ്പിങ്ങിന് വന്നത്? അതോ ഞാൻ പറയണേ, എന്ത് അത് വെച്ചില്ല. മൊത്തം എൻ്റെ പേരും പറഞ്ഞിട്ട് ഇവര് ഷോപ്പിംഗ് ചെയ്യാണ്. ക്രൂരത്തികള്. എന്തുണ്ണി മോളേന്ന്? ഇനി ഉണ്ണിമോളെ ഒന്നും വിളിച്ചിട്ട് കാര്യമില്ല. എല്ലാവരുടെ മനസ്സിലിപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ പോവാണ്. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ.
ശരിക്കും എനിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഷോപ്പിങ്ങിൽ പോയത്. പിന്നെ എനിക്ക് ആവശ്യമുള്ളത് എന്താ വെച്ചാൽ അമ്മ എടുത്തോന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഒന്നും എനിക്ക് അവിടെ പോയപ്പോൾ കിട്ടിയില്ല. പിന്നെ ഞാൻ ജിമ്മിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷൂസ് മേടിച്ചായിരുന്നു, സ്കെച്ചേഴ്സിൻ്റെ മേടിച്ചത്. അതിന് അത്യാവശ്യം റേറ്റ് ആയി. പിന്നെ എനിക്ക് കുറേ ടീഷർട്ട്സൊക്കെ മേടിച്ചു തന്നെന്ന് വെച്ചാൽ ജിമ്മിന് പോകുമ്പോൾ ഇടാൻ പറ്റിയ ടീഷർട്ട്സൊക്കെ നോക്കി. പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അവർ എനിക്ക് എടുത്തു തരാത്തത്. പിന്നെ നമ്മൾ ഇനി നൈക്കിന്ന് ഓർഡർ ചെയ്യും ഗൈസ്. ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. ഞാനായാലും മമ്മിയായാലും എപ്പോഴും റെഡ് കളേഴ്സ് അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സാണ് നമ്മൾ എപ്പോഴും ഇടാറ്. എനിക്കാണെങ്കിൽ അതാണ് മാച്ചായി പോകത്തുള്ളൂ. എനിക്ക് ന്യൂഡ് ഷെയ്ഡ്സ് അങ്ങനെ സെറ്റ് ആവാറില്ല. ഐ മീൻ ഒരു ലുക്ക് വരാറില്ല. അപ്പം ഞാൻ കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഒരു ന്യൂഡ് ഷെയ്ഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ എന്തായാലും രണ്ട് കൽപ്പിച്ച് വിചാരിച്ചു ഇപ്രാവശ്യം ഒരു ന്യൂഡ് ഷെയ്ഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ന്യൂഡ് ഷെയ്ഡ്സ് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് ഞാനൊരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഒരുപാട് ന്യൂഡല്ല, ന്യൂഡാന്ന് തോന്നിക്കാത്ത തരത്തിലുള്ളൊരു ന്യൂഡ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നമ്മൾ ലിപ് ലൈനേഴ്സ് അങ്ങനെ കുറേ എടുത്തു കേട്ടോ. പിന്നെ ഒരുപാട് കോസ്മെറ്റിക്സിൽ ഞങ്ങൾ കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വാവുക്കുട്ടി വന്ന് എന്തായാലും അവളാണ് കറക്റ്റായിട്ട് എല്ലാം സെലക്ട് ചെയ്ത് പക്കയായിട്ട് നോക്കിയെടുക്കുക. അപ്പോൾ അവൾ വന്ന് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ മേടിച്ച സാധനം അവൾക്ക് ഇഷ്ടപ്പെടത്തുമില്ല. അതുകൊണ്ട് അവൾക്ക് എക്സാം കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുവന്നിട്ട് അവൾ ട്രൈ ചെയ്ത് നോക്കണതല്ലേ നല്ലതെന്ന് വെച്ചിട്ട് ഒരുപാട് കോസ്മെറ്റിക്സ് എടുത്തില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള ലിപ്സ്റ്റിക്സ് ലിപ് ലൈനേഴ്സൊക്കെ ട്രൈ ചെയ്തു. അവൾക്ക് വേണ്ടിയിട്ടൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളെന്തോ ഐ ഷാഡോ പാലറ്റൊക്കെ മേടിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾ നോക്കിയെടുക്കണ പോലെ ഉണ്ടാവില്ലല്ലോ നമ്മളെടുക്കുമ്പോൾ. സോ അവളെ കൊണ്ടുപോയിട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കുള്ളതൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഭയങ്കര ലൈറ്റിങ്ങിൽ ഇരിക്കുമായിരിക്കില്ല. അപ്പോൾ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു ഷെയ്ഡ് ആയിരിക്കില്ല. പിന്നെ ഞാൻ മമ്മിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ മമ്മിയും പറഞ്ഞു ആ രസമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് ഇട്ട് നോക്കിയത് റെഡ് ഷെയ്ഡായിരുന്നു. ഇതല്ല കേട്ടോ ഞാൻ ന്യൂഡ് ഷെയ്ഡാന്ന് പറഞ്ഞത്. പിന്നെ ഇട്ട് നോക്കി നമ്മൾ വീഡിയോ എടുത്തില്ല. ആ ന്യൂഡ് ഷെയ്ഡാണ് എടുത്തത്. ഇത് ഈ ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പാവം ഉണ്ണിയാണ് എല്ലാം ബില്ല് ചെയ്യണമെന്ന് പറയാം. ഞാൻ തന്നെയാണ് എല്ലാം. വണ്ടി ഓടിക്കുന്നത് ഞാനാണ്. നേരെ എല്ലാവർക്കും ശരി ഉണ്ണി, എന്നാ ശരി, ബൈ, ഞാൻ പോവാം. നമ്മളൊരു ഉച്ചയോടാണ് കേട്ടോ പോയത്. അപ്പോൾ ഉച്ചത്തെ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടുവച്ചൊരു എന്തായിരുന്നു കേക്കായിരുന്നു അത്. അപ്പോൾ കുറേ 2-3 കേക്ക് ഐറ്റംസ് വാങ്ങിച്ചു. ഹണി കേക്ക് മേടിച്ചു. അങ്ങനെ കുറച്ച് സ്നാക്സ് മേടിച്ച് നമ്മൾ തിരിച്ചു പോയി. പിന്നെ സ്ട്രോബെറി ബ്ലൂബെറി ഒക്കെ മേടിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് മാത്രമേ നമ്മൾ ഹൈപ്പറിന്ന് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട്. നമ്മുടെ വേറെ സാധനങ്ങൾ മേടിച്ചൊക്കെ കാറിൽ വെച്ചു. എനിക്ക് എല്ലാം കൂടെ പിടിച്ചിട്ടൊരു ഫോട്ടോ എടുക്കണ്ടേ? അതെ, ഓക്കെ. നമ്മുടെ ഡിക്കി നിറഞ്ഞോ? ഫുള്ളായില്ലേ? അല്ല, ഇത് നമുക്ക് ഈ കവർ മാത്രം ഇതിൽ നമുക്ക് കഴിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇതെടുത്ത്
ഓക്കെ സെറ്റ്. നമുക്ക് വണ്ടി കയറാം ഗൈസ്. ഇത് ഞാൻ എന്തോ ഇതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ചോക്ലേറ്റ് ചോക്ലേറ്റ് ചീസ് കേക്ക് സ്ലൈസ് ആണ് കേട്ടോ ഇത്. ആ ചീസ് കേക്ക്, ഹണി കേക്ക് അല്ലേ? ഓക്കെ, അതിൻ്റെ ഇടയിൽ ഓക്കെ ഗൈസ്. അപ്പം ഇത് ടേസ്റ്റ് കൊള്ളാം, പക്ഷെ ഇത് ഇവർ പാക്ക് ചെയ്ത് നോക്കാം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി, ഒരു കണം വൃത്തിയില്ലാണ്ടായി. പക്ഷെ ടേസ്റ്റ് കൊള്ളാം. ടേസ്റ്റ് കൊള്ളാം. അപ്പൊ നമ്മള് ഫൈനലി വീട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വാവക്കുട്ടി ഞങ്ങൾ ഇത്രയും നേരം വീടിന് പുറത്ത് അടച്ചു. കാരണം നമ്മള് വണ്ടി ലോക്ക് ചെയ്തിട്ട് നമ്മൾ പോയായിരുന്നു കേട്ടോ. വണ്ടി ലോക്ക് ചെയ്തല്ലേ, വീട് ലോക്ക് ചെയ്തിട്ട് നമ്മൾ കീ കൊണ്ടുപോയി. വാവക്കുട്ടി വരുമ്പോഴത്തേനും അവള് വിളിച്ചു നോക്കിയ കീ എവിടെയെന്ന്. അപ്പം എന്താ കീ ഇല്ലല്ലോ, നമ്മുടെ കയ്യിലല്ലേ. അപ്പം അവള് പുറത്തിരുന്നു.